Welcome to CSIR JRF Net Exam class. General Aptitude. This is the fifth lecture. Lecture number 5. Today's topic is fractions. We discuss fractions. What is a fraction? A fraction represents a part of a whole number. There are different types of fractions. Example 2/3, 1/4, 7/2, etc. ഫ്രാക്ഷൻ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എന്ന് മലയാളത്തിൽ പറയും. ഭിന്നസംഖ്യ, വ്യത്യസ്തമായ തരത്തിലുള്ള ഭിന്നസംഖ്യകളുണ്ട്. ഏതെല്ലാം ടൈപ്പ് ഭിന്നസംഖ്യകളാണ് ഉള്ളത്? ദ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻ്റെ തരങ്ങളാണ്. പ്രോപ്പർ ഫ്രാക്ഷൻ. ഫോർ ദിസ് ഫ്രാക്ഷൻ ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ. പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ഷൻ എന്ന് പറയും. അതിന് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ കുറവായിരിക്കും. എക്സാമ്പിൾ 1/2, 2/3, 19/20 അതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ. നൗ കംസ് improper fractions. A fraction whose numerator is equal to or greater than the denominator. അപ്പോൾ ഈ ന്യൂമറേറ്റർ കൂടുതലാണെങ്കിൽ, ഇപ്പോൾ ഈക്വൽ ആകുമ്പോൾ അത് വെട്ടിപ്പോയിട്ട് ഫ്രാക്ഷൻ ഇല്ലാതാകും. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ അതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി നമുക്ക് മറ്റൊരു ഫ്രാക്ഷൻ ഉണ്ട്, മിക്സഡ് ഫ്രാക്ഷൻ. രണ്ടും ചേർന്ന് വരുന്ന മിക്സഡ് ഫ്രാക്ഷൻ. Mixed fraction. An improper fraction can be expressed as a whole number and a fraction. This expression is called mixed fraction. Mixed fraction എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പറിൻ്റെയും ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ്റെയും കോമ്പിനേഷനാണ്. ഒരു ഹോൾ നമ്പറിൻ്റെയും ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ്റെ കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്കൊരു ഹോൾ നമ്പരും ഒരു പ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാം. അന്നേരം വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഹിയർ എക്സാമ്പിൾ 3 and 1/2, 5 and 7/8, 1 and 12 and 3/17. ഇതെല്ലാം ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇതെല്ലാത്തിനും മറ്റൊരു ഫ്രാക്ഷൻ ഉണ്ട്, കോംപ്ലക്സ് ഫ്രാക്ഷൻ. അപ്പോൾ ചിലർ ഈ കോംപ്ലക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനുമായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കോംപ്ലക്സ് ഫ്രാക്ഷനെയും ഇംപ്രോപ്പർ ഫ്രാക്ഷനുമായിട്ട് കൺഫ്യൂസ് ചെയ്യും. പക്ഷേ ഈ കോംപ്ലക്സ് ഫ്രാക്ഷൻ മറ്റൊരു ഡെഫിനിഷനാണ്. It can be defined as a fraction in which the denominator and numerator or both contain fractions. A complex fraction containing a variable is known as a complex rational expression. For example, 3/1/2 is a complex fraction whereby 3 is a numerator, or 1/2 is a denominator. 1/2 is a denominator. ഇപ്പോൾ കോംപ്ലക്സ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഫ്രാക്ഷൻ്റെ റേഷ്യോയാണ്. രണ്ട് ഫ്രാക്ഷൻ്റെ, അല്ലെങ്കിൽ ഒരു സംഖ്യയുടെയും ഫ്രാക്ഷൻ്റെയും, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ്റെയും സംഖ്യയുടെയും റേഷ്യോയാണ്. ഇപ്പോൾ ന്യൂമറേറ്റർ ഫ്രാക്ഷൻ വരാം, ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ വരാം. അങ്ങനെ ഈ ഫ്രാക്ഷൻസ്, ഈ സിമ്പിൾ ഫ്രാക്ഷൻസ്, പ്രോപ്പർ ഫ്രാക്ഷൻസ് താഴെ മുകളിലും വരിക, അല്ലെങ്കിൽ സംഖ്യ ഒരിടത്ത് വരിക. അത്തരം ഫ്രാക്ഷനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് ഫ്രാക്ഷൻ. വേരിയബിൾ വരാം, വേരിയബിൾ വേണേൽ കൊടുക്കുക, എക്സ് ഒക്കെ കൊടുക്കാം. മുകളിൽ 1/2 താഴെ എക്സ്, അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലക്സ് ഫ്രാക്ഷൻ കണ്ടെയ്നിങ് വേരിയബിൾ, ദാറ്റ് ഈസ് നോൺ ആസ് കോംപ്ലക്സ് റാഷണൽ എക്സ്പ്രഷൻ. So you understand what is complex fraction? It can be defined as a fraction in which the denominator and numerator or both contain fractions. A complex fraction containing a variable is known as a complex rational expression. For example, 3/1/2 is a complex fraction whereby 3 is the numerator and 1/2 is the denominator. And now we study some basic laws from algebra, and these laws all of you know.
ആൻഡ് ഹിയർ ഓൾസോ വി ഹാവ് ടു റിമെമ്പർ, നമ്മൾ ഈ ഫ്രാക്ഷൻ കണക്ക് ചെയ്യുമ്പോൾ ഈ ലോ ഓഫ് ഐഡൻറ്റിറ്റി, പ്രോപ്പർട്ടീസ് എക്സ്പൊണൻസ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഇക്വേഷൻസ്, തിയറി ഓഫ് എക്സ്പൊണൻസ്, അതെല്ലാം ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ഓർക്കുക എന്നുള്ളത് ഒരുപാട് ടൈം പാസിംഗ് ആണ്. നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം ഓർത്തിരുന്നാൽ മതി. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈസ് എ റൈസ് ടു എം മൈനസ് എൻ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് എൻ ഈസ് ഈക്വൽ എ റൈസ് ടു എം എൻ, എ ബി ദ ഹോൾ റൈസ് ടു എം ഈസ് ഈക്വൽ എ റൈസ് ടു എം ബി റൈസ് ടു എം. For any natural number a b c d, a raised to b greater than a raised to c greater than a raised to c, if and only if b greater than c greater than d. അപ്പോൾ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളിപ്പോൾ ചെറിയ ക്ലാസ് ഇരിക്കുന്നതായിട്ട് തോന്നാം. പക്ഷേ നമുക്ക് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വായിച്ച് നോക്കിയാൽ ഫോർ എനി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എ ബി സി ഡി, a raised to b greater than a raised to c greater than a raised to d, if and only if b greater than c greater than d. ഇപ്പോൾ b greater than c greater than d ആണെങ്കിൽ മാത്രമേ ആദ്യം കാലം എക്സ്പ്രഷൻ ശരിയാകുകയുള്ളൂ. പിന്നെയും കുറച്ച് എക്സ്പ്രഷൻ ഉണ്ടല്ലോ. എ റൈസ് ടു 0, എ റൈസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ബൈ എ റൈസ് ടു എം ഈസ് ഈക്വൽ എ റൈസ് ടു മൈനസ് എം. അതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. എല്ലാം ഇവിടെ എഴുതി വെക്കുന്നില്ല. പിന്നെ ഐഡൻറ്റിറ്റി ഇക്വേഷൻ കൂടി ഒന്ന് ഓർക്കുന്നത് നമുക്ക് ചില കണക്കുകൾ പെട്ടെന്ന് ചെയ്യാൻ സഹായിക്കും. ചില നമ്പർ പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഈ ഐഡൻറ്റിറ്റി ഓർക്കുന്നത് നന്നായിരിക്കും. നമ്പർ 1, എ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2b പ്ലസ് ബി സ്ക്വയർ, എ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ പ്ലസ് 3 a square b plus 3a square plus b a plus b cubed ആകട്ടെ, a plus b cubed, a cubed plus 3a square b plus 3ab square plus b cubed, a minus b raised to 3 cubed equal a cubed minus 3a square b plus 3ab square minus b cubed, a square plus b square is equal to a plus b into a square minus ab plus b square. A cubed plus b cubed ആണ്. A cubed plus b cubed is equal to a plus b into a square minus ab plus b square. A cubed minus b cubed is equal to a minus b into a square plus ab plus b square. ഇതൊക്കെ ഓർത്താൽ ചില പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതൊരു സിമ്പിൾ CSIR ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രാക്ഷൻ അറിഞ്ഞില്ലെങ്കിലും ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ദ സം ഓഫ് 16 raised to 0 പ്ലസ് 16 raised to 2 പ്ലസ് 1 by 16 സ്ക്വയർ പ്ലസ് 1 by 16 raised to half പ്ലസ് 1 by 16 raised to half ഈക്വൽസ്. അപ്പോൾ ഈ 5 സംഖ്യകൾ കൂട്ടിയാൽ എന്താണ് ഉത്തരം എന്നാണ്. ഏതൊക്കെയാണ്? 16 raised to 0 പ്ലസ് 16 raised to 2 പ്ലസ് 1 by 16 സ്ക്വയർ പ്ലസ് 16 raised to half പ്ലസ് 1 by 16 raised to half. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ ആൻസർ A1 B 16 raised to 2.5, C 256 and 9 by 256, 261 and 65 by 256. അപ്പോൾ ഇത് കണക്ക് നമ്മൾ ഈ ഫ്രാക്ഷൻ കൂട്ടാതിനെ പറയാൻ പറ്റും. ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ മതി. ഇപ്പോൾ 16 raised to 0 a raised to 0 അത് 1 ആണല്ലോ. 16 സ്ക്വയർ 256 ആണ്. അപ്പോൾ തന്നെ 257 ആയി. 257 കിട്ടിക്കഴിഞ്ഞു. അത്ര എടുക്കും. പിന്നെ ഒരു 16 raised to ഹാഫ് സൈഡ് കിടപ്പുണ്ട്. അതിൻ്റെ ആ 4ാമത്തെ സ്റ്റെപ്പ് അത് 4 കിട്ടി. അപ്പോൾ 57 4 61 അപ്പോൾ 261 കൂടിയ ഉത്തരമാണ് അതിനകത്ത് വരുന്നത്. ആദ്യം തന്നെ വ്യക്തമാണ്. 261 കൂടിയ ഉത്തരമായിരിക്കും ഫ്രാക്ഷൻ കൂടി കൂട്ടുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ഉത്തരം എ തെറ്റാണ്, ബി തെറ്റാണ്, സി അത് തെറ്റാണ്. അപ്പോൾ ഡി ആണ് ശരി. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഡി ആയിരിക്കും ശരി. 65 by 256 കുറിച്ച് അറിയില്ലെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും ഡി ആണ് ശരി. കാരണം
കൂട്ടുമ്പോൾ തന്നെ 261 വരും. ആ പൂർണ്ണസംഖ്യ കൂട്ടുമ്പോൾ തന്നെ. എങ്കിൽ ഇവിടെ കൂട്ടി കാണിച്ചിട്ടുണ്ട്, പിന്നെ ആഡ് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കി സൊല്യൂഷൻ 16 raised to 0 plus 16 raised to 2 plus 1/16 square plus 16 raised to half plus 1/16 raised to half. The first term is 1, the second term is 256, the third term is 1/256, the fourth is 4, the fifth is 1/4. ഹോൾ നമ്പർ എല്ലാം കൂട്ടുമ്പോൾ 261. പിന്നെ ഒരു 256 1/256 1/4 കൂടാറുണ്ട്. LCM 256. മുകളിൽ നമുക്ക് കിട്ടുന്നത് 64 plus 1 65. അപ്പോൾ 261 plus 65/256. പ്ലസ് മാറ്റി എഴുതാം. 261 and 65/256 അങ്ങനെ എഴുതാം. അപ്പോൾ അത്രയും കൂട്ടി സമയം കളയണ്ട. നമ്മൾ ആ കുറച്ച് മാത്രം കൂട്ടുമ്പോൾ തന്നെ 261 വരും. അതിനേക്കാൾ വലിയ ഉത്തരം ബാക്കി 3 ചോയ്സും 261 താഴെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് the value of x for which the following equation is satisfied. അപ്പോൾ താഴെ പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകാൻ എക്സ് എത്ര വരണം എന്നാണ് ചോദ്യം. എക്സ് എത്ര വരണം? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 6 raised to 3.2 6 raised to 3.2 into 36 raised to 1.6 into 7 raised to 6.4 into 42 raised to 2.6 is equal to 42 raised to x. ആണെങ്കിൽ x എത്രയാണ്? x is coming in the right side. We have to find x. ഇപ്പോൾ ആൻസേഴ്സ് 8.6 9 10.2 പിന്നെ d 12 ഉണ്ട്. 12 d is 12. അപ്പോൾ ആൻസർ ഏതാണ് ചോദ്യം? ആൻസർ നമുക്ക് വരുന്നത് 9 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 9. ആൻസർ ഇസ് 9. അപ്പോൾ എങ്ങനെയാണ് കണക്ക് ചെയ്യുന്നത് നോക്കി. അപ്പോൾ ചിലർക്കിപ്പോൾ പിന്നെ ഏത് ഇയറെസ്റ്റും ഇൻറ്റു ഇയറെസ്റ്റും ഏതാണ് ഉപയോഗിക്കുന്ന സംശയം വരും. അപ്പോൾ ഈ റൈറ്റ് സൈഡാണ് ആദ്യം നോക്കുന്നത്. റൈറ്റ് സൈഡ് നോക്കുക 42 raised to x ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ടേമുകളെ നമുക്ക് 42ൻ്റെ പവറായിട്ട് എക്സ്പ്രസ് ചെയ്യണം. അതാണ് വേണ്ടത്. ലെഫ്റ്റ് സൈഡിലുള്ള ടേമുകളെ 42ൻ്റെ പവറായിട്ട് നമ്മൾ മാറ്റിയാൽ പവർ ഇക്വേറ്റ് ചെയ്യാം. We have to convert all the terms in the left side to the powers of 42. Then we can equate the powers. അപ്പോൾ നോക്കിയേ ആദ്യത്തെ സാധ്യത 42 raised to x 6 raised to 6.4 എന്ന് ആദ്യം എഴുതാം. കാരണം എന്താണ്? ഈ 6 raised to 3.2 പിന്നെ ഒരു 36 ഇല്ലേ, 36 raised to 1.6 അത് 6 raised to 6 square raised to 1.6 ഇവിടെ 36 raised to 1.6 ആണ്. 36ന് 6 square എന്ന് എഴുതാം. അപ്പോൾ 6 square മാറ്റി 6 ആക്കുമ്പോൾ 6 raised to 3.2. അപ്പോൾ ആദ്യം 2 ടൈം എന്ന് പറഞ്ഞാൽ 6 raised to 3.2 into 6 raised to 3.2 അതാണ്. അപ്പോൾ 6 raised to 6.4 അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ 7 raised to 6.4 into 42 raised to 2.6 അതല്ല എഴുതി. ഇനി 6ഉം 7ഉം കമ്പയർ ചെയ്യണം. അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്നുള്ള മോഡലിൽ എ റൈസ് ടു എം പ്ലസ് എന്ന മോഡലിൽ രണ്ട് ഗുണിക്കാണല്ലോ. അതൊക്കെ പിന്നെ എ ബി റൈസ് ടു എ ബി ദ ഹോൾ റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബി സ്ക്വയർ ആ മോഡൽ. അപ്പോൾ ഇവിടെ നമ്മൾ 6/4 ഒരുമിച്ചിട്ട് റൈസ് ടു 6.4 എഴുതിയാൽ മതി. പിന്നെ ഇൻറ്റു 42 റൈസ് ടു 2.6 6 into 7 is 42. Therefore 42 raised to x is equal to 42 raised to 6.4 into 42 raised to 2.6. ഇനി ആ പവർ 42ൻ്റെ പവർ ഉണ്ട് കൂട്ടി കഴിഞ്ഞാൽ 42 raised to x is equal to 42 raised to 9. Equal to powers. X is 9. X 9 എന്ന് കിട്ടും.
അടുത്തത് ഇവാലുവേറ്റ് 873 plus 542 square plus 873 minus 542 square, that's in a bracket, in a square bracket, all by 873 into 873 plus 542 into 542. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എളുപ്പവഴിയായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കണം. മിക്ക ക്വസ്റ്റ്യൻസും ചെയ്യുന്നതിൽ ഒരു ഹിൻറ്റ് കാണും, പെട്ടെന്ന് ചെയ്യാനുള്ള ഹിൻറ്റ് കാണും. അല്ലാതെ ഇത് നേരിട്ടങ്ങ് സ്ക്വയർ ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്ത് നടക്കുന്ന കാര്യമല്ല. നടക്കും, പക്ഷെ ഒരുപാട് സമയം എടുക്കും. നമുക്ക് സമയമില്ല, പെട്ടെന്ന് ചെയ്യണം. കാരണം 3 മണിക്കൂർ 200 മാർക്കാണുള്ളതെന്ന് ഓർത്തോളൂ. 3 മണിക്കൂർ 200 മാർക്ക്. ഒരു മാർക്കിനുള്ള സമയം കിട്ടുന്നത് അപ്പോൾ 150/200, 1 മിനിറ്റൊക്കെ കിട്ടുള്ളൂ അങ്ങേറ്റം വന്നാൽ. അപ്പം ഇത് ചെയ്യാനായിട്ട് നമ്മൾ സംഖ്യ പോലും അറിയണമെന്നില്ല. നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി മാത്രം അറിഞ്ഞാൽ മതി, ഐഡൻറ്റിറ്റി മാത്രം. അപ്പം എന്താണ് ഇതിൻ്റെ ഉത്തരം? അതിൻ്റെ ആൻസർ ഈസ് 2. ആൻസർ ബി ആണ്, 2 ആണ്. ആൻസർ ബി. ഇവിടെ ഇത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്, കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 2 ആണ്. ആ 2 ഇട്ട് നോക്കി, അതിന് സംഖ്യ പോലും അറിയണ്ട. ഇപ്പോൾ ആദ്യ സംഖ്യ എ എന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ബി എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് എ ഈസ് 873, ബി ഈസ് 542. അപ്പോൾ എല്ലാം എയും ബിയും ആണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എഴുതാവുന്നതാണ്. എ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ മൈനസ് ബി സ്ക്വയർ ഓൾ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം പവർ ചെയ്യണം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അടുത്ത പവർ ചെയ്യുക എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. Add the terms in the numerator. Plus 2ab and minus 2ab cancel. We get a square plus b square plus a square plus b square all by a square plus b square. That is 2a square plus 2b square by a square plus b square. 2 into a square plus b square by a square plus b square. A square plus b square cancel from numerator and denominator. The remaining is 2. So no need of evaluating the numbers, calculating numbers, we get the answer as 2. That is the answer. Answer B is 2. ഇപ്പോൾ ഇവിടെ കണക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ സംഖ്യ എഴുതി കൂട്ടിയൊന്നും വേണ്ട. ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ആ ടേംസ് എല്ലാം വെട്ടിപ്പോവും. അല്ല, അവസാനം വരുന്നത് 2 എന്നാണ്. ആ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. You are given 100 verbs using which you have to form sentences containing at least one verb without repeating the verbs under the condition that the number of verbs from the set of 100 in any two sentences should not be equal. The maximum number of sentences you can form is 10, 13, 14, 100. You read the question once again. You are given 100 verbs using which you have to form sentences containing at least one verb without repeating the verbs. ആവർത്തിക്കാൻ പാടില്ല. Under the condition that the number of verbs in any two sentences should not be equal. The maximum number of sentences you can form is. അപ്പോൾ 100 വെർബ് വന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കണം. ആ ഒരു സെൻറ്റൻസ് ഒന്നാണെങ്കിൽ രണ്ടാമത്തേതിൽ 2 വെർബായിരിക്കണം, മൂന്നാമത്തെ 3 വെർബായിരിക്കണം. നമ്മൾ യൂസ് ചെയ്ത വെർബ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ആകെ 100 വെർബുണ്ട്. ഒന്ന് യൂസ് ചെയ്താൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ സെൻറ്റൻസിൽ ഒന്നാണെങ്കിൽ രണ്ടാമത് 2, അങ്ങനെ ആയിരിക്കണം അതിൻ്റെ കണക്ക്. കാരണം ഈക്വൽ നമ്പർ വെർബ് ഒരു സെൻറ്റൻസിൽ വരാൻ പാടില്ല. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യു ഹാവ് ടു ഫോം സെൻറ്റൻസസ് containing at least one verb without repeating the verb. And there is a condition that the number of verbs
In any two sentences should not be equal. അപ്പോൾ രണ്ട് സെൻറ്റൻസിലെ വെർബൽ എണ്ണം എടുത്താൽ ഏതെങ്കിലും രണ്ട് സെൻറ്റൻസിലെ വെർബിൻ്റെ എണ്ണം എടുത്താൽ തുല്യമാകാൻ പാടില്ല. അങ്ങനെ എത്ര സെൻറ്റൻസ് ഉണ്ടാക്കാം? ഇവിടെ ഉത്തരം 10 സെൻറ്റൻസസ്, 13, 14, 100 സെൻറ്റൻസസ് ആണ്. അപ്പോൾ ആൻസർ ബി ആണ്, 13 ആണ് കേട്ടോ, 13 ആണ്. അതെങ്ങനെ ചെയ്യും എന്ന് നോക്കുക. ഫസ്റ്റ് സെൻറ്റൻസ് ഹാസ് വൺ വെർബ്. ആദ്യത്തേതിൽ ഒരു വെർബ് എന്ന് വിചാരിക്കുക. ദ സെക്കൻഡ് sentence, you write a sentence. That's a mistake. Second sentence have 2 verbs. Third sentence have 3 verbs, and so on. That is, nth sentence have n verbs. So we apply an AP expression, sum of first n natural numbers. S is equal to n plus 1 by 2. അവ എത്ര സെൻറ്റൻസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അത് n നമ്പർ വിചാരിക്കുക, n നമ്പറിൽ തുക, അതാണ് സെൻറ്റൻസുകളുടെ എണ്ണം. n നമ്പേഴ്സ് സം എന്ന് പറയുന്നത് n × n + 1 by 2 ആണ്. അത് 100 കവിയാൻ പാടില്ല, കാരണം 100 വെർബാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ഓർ ഈക്വൽ ടു ലെസ് ദാൻ 100. അപ്പം ഇത് നമ്മളൊരു ട്രയൽ മെത്തേഡ് അങ്ങോട്ട് ചെയ്യണം. ഈ n is 12, ഇപ്പോൾ n12 എടുക്കുന്ന കാര്യമില്ല, n12 എടുത്ത് 100 ആകാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് ഉയർന്ന സംഖ്യ എടുത്താൽ മതി. ഈ n is 2, s is 78, s 78. ഇപ്പോൾ 12 സെൻറ്റൻസ് ആണെങ്കിൽ 78 വെർബ് നമ്മൾ ഉപയോഗിച്ച് തരുള്ളൂ. if n is 13, s is 91. നമുക്ക് 91 സെൻറ്റൻസ് എഴുതാൻ, 91 വെർബ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു 13 സെൻറ്റൻസ് എഴുതിയാൽ. if n is 14, സം is 105. അതിന് 14 ആണെങ്കിൽ 105 വെർബ്സ് വേണ്ടി വരും. 105 നമുക്ക് ഇല്ലല്ലോ, നമുക്ക് 100 വെർബേ ഉള്ളു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്ന മാക്സിമം നമ്പർ സെൻറ്റൻസ് 13 ആണ്. if n is 13, s is 91. if n is 14, s is 105. 105 is not applicable. We have only 100 sentences, 100 verbs, so we can make only 13 sentences. So our choice is 13. Next question. Suppose x ഒരു ട്രയാങ്കിൾ സൈൻ കൊടുത്തിരിക്കുക, ഡെൽറ്റ സൈൻ കൊടുത്തിരിക്കുക. എക്സ് ഡെൽറ്റ വൈ ഈസ് എക്സ് മൈനസ് വൈ സ്ക്വയർ. എക്സ് ഓ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്റ്റാർ വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ദ ഹോൾ റൈസ് ടു -1. x dot y is equal to x into y plus minus and into have the usual meaning. ആ പ്ലസ് മൈനസ് വരുന്നത് റൈറ്റ് സൈഡിലാണ് കേട്ടോ. നമ്മൾ ആ മുകളിൽ കാണുന്ന എക്സ്പ്രഷൻ്റെ റൈറ്റ് സൈഡിലാണ് പ്ലസ് മൈനസ് ഇൻറ്റു വരുന്നത്. പ്ലസ് മൈനസ് ആൻഡ് ഇൻറ്റു ഹാവ് ദിയർ യൂഷ്വൽ മീനിങ്സ്. വാട്ട്സ് ദ വാല്യൂ ഓഫ് 197 O 315 minus 197 delta 315 dot 197 star 315. That's the question. അവർ മുകളിൽ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ഇത് കണ്ടുപിടിക്കാനാണ്. 197, that is in embrace. 197 O 315 minus 197 delta 315, that brace closed minus 197 star 315. അത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1018, 512, 3 and 4 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആൻസർ താൻ നോക്കാം. നമ്മളത് നോക്കിയിട്ട് ആ മീനിങ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. ആ തന്നിരിക്കുന്ന ഗ്രൂപ്പിലെ മീനിങ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് ഈ എക്സ് ഓ വൈ മൈനസ് എക്സ് ഡെൽറ്റ വൈ, അതിന് ബ്രാക്കറ്റിനകത്താണ്, ഇൻറ്റു എക്സ് സ്റ്റാർ വൈ മൈനസ് എക്സ് സ്റ്റാർ വൈ. ആ ഈസിയോട് എങ്ങനെ എഴുതാം?
ഈ x0 y എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണല്ലോ, എക്സ് പ്ലസ് വൈ സ്ക്വയറാണ്. അങ്ങനെ തന്നിരിക്കും നോക്കിയേ, സ്ക്വയറാണ്. എക്സ് ട്രയാങ്കിൾ വൈ അല്ലെങ്കിൽ എക്സ് ഡെൽറ്റ വൈ എക്സ് പ്ലസ് വൈ സ്ക്വയറാണ്. അപ്പം അത് നമ്മൾ എക്സ് പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി. അങ്ങനെ ഓരോന്നിൻ്റെ മീനിങ് തിരിച്ചെഴുതുക. മൈനസ് എക്സ് ഡെൽറ്റ വൈ അത് എക്സ് മൈനസ് വൈ സ്ക്വയറാണ്. അപ്പം അത്രയും ഒരു ബ്രാക്കറ്റ് എന്താക്കണം നമ്മൾ. ഇൻറ്റു, പുറത്ത് ഇൻറ്റു ആണ്, കുത്ത് ഇൻറ്റു ആണ്. എക്സ് സ്റ്റാർ വൈൻ്റെ എക്സ് ഇൻറ്റു വൈ റേസ് ടു -1 ആണ്. അതും എഴുതി നമ്മൾ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എക്സ് പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy, എക്സ് മൈനസ് വൈ സ്ക്വയർ സ്ക്വയർ ചെയ്തിട്ട് ബ്രാക്കറ്റ് മാറ്റണം. അപ്പോൾ മൈനസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2xy and x into y is whole raised to -1, 1/xy. In the numerator terms cancel, we get 4xy. The denominator xy and xy cancel, we get 4. The answer is 4. അപ്പോൾ ഇവിടെ ആൻസർ 4 ആയതുകൊണ്ട് നമ്മൾ ആ സംഖ്യകൾ ഉപയോഗം പോലും വരുന്നില്ല. തന്നിരിക്കുന്ന സംഖ്യകൾ നമ്മൾ എഴുതേണ്ട കാര്യം പോലും ഇല്ല. ഈ എക്സിനും വൈയിൽ കണക്ക് ചെയ്യാം, ആൻസർ പുറന്ന് കിട്ടും. ആ സംഖ്യകൾ എക്സും വൈ കൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പുറന്ന് കിട്ടും. നമ്മൾ നേരത്തെ കണ്ട ഒരു കണക്ക് പോലെ വാല്യൂ കൊടുക്കാതെ ഉത്തരം കിട്ടും. Next question. If A into B is 24, B into C is 32, C into D is 48, then AD. AD വില കാണാൻ അല്ല, ഉത്തരം കൊടുത്തിരിക്കുന്നത് cannot be found, കാണാൻ പറ്റത്തില്ല. Is a perfect square, is a perfect cube, is odd. If A into B is 24, B into C is 32, C into D is 48, then AD. AD എത്രയാണ്? Choices: cannot be found, is a perfect square, is a perfect cube, is odd. ഇത് നോക്കാം. ചെയ്യാനായിട്ട് ഇവിടെ ആ 3 ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യാണ്. A into B is 24, B into C is 32, C into D is 48. 1/2, ഇക്വേഷൻ 1/2. 1/2 ആകുമ്പോൾ B ക്യാൻസൽ ചെയ്യും. A by C is 24/32, that is 3/4. 80 ക്യാൻസൽ ചെയ്യും. ഇക്വേഷൻ നമ്പർ 4. Now we take 3 into 4. 3 into 4. 4 is written now. 3 into 4. That is C cancels. We get A into D. A into D is equal to on multiplication we get 36, which is square. This square. How do you know? 36 is a perfect square. You see the definition. In one of our classes we defined a perfect square. So you refer perfect square. 36 is a perfect square. So answer is B. Is a perfect square. 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. And here is an exercise for you. You can try it yourself and answer I discuss in the next class. Exercise. Try this question and find the answer. Consider this set of numbers 70^1, 70^2, 70^3, etc. 70^300. How many of these numbers end with 3? Consider the set of numbers 70^1, 70^2, 70^3, etc. 17^299, 17^300, 17^300, just one. How many of these numbers end with digit 3? നമുക്കറിയാലോ, ഓരോ സംഖ്യകളും സ്ക്വയർ ചെയ്യുമ്പോൾ അവസാനം വരുന്ന ഡിജിറ്റിനെ കുറിച്ച് ഒരു ബോധമുണ്ടല്ലോ. അവ ഏതെല്ലാം, എത്ര സംഖ്യകളാണ് 3-ൽ അവസാനിക്കുക, ലാസ്റ്റ് ഡിജിറ്റ്, അത് കണ്ടുപിടിക്കുക. ആൻഡ് ദി ആൻസർ to this question we discuss in the next lecture. That is all. Thank you very much.